മെന്നെ തുടക്കുന്നിട്ടെ. കൊച്ചു ഭയങ്കര സുന്ദരിയാ, അഭിനയിപ്പിക്കാന്നെങ്കിൽ പാപ്പം വിടണം കേട്ടോ. എന്നിട്ട് ചേച്ചി ഇവിടെ വടക്ക് തുളയിട്ടുകൊണ്ട് നിൽക്കണ എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന് നോക്കാറുന്നില്ലേ? അല്ല അവൾക്ക് താല്പര്യം ഇല്ലല്ലോ ഇതുവരെ. എനിക്ക് അഭിനയിക്കാൻ അങ്ങനെ താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ വലിയ റിസ്കാ. ഏയ് അതൊക്കെ തുടക്കത്തിൽ തോന്നാ, ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. പിന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റും. ഇത്രയും വലിയൊരു ലെജൻഡ് കൂടെ ഇരിക്കുമ്പോഴോ പേടിയോ? അല്ല ലെജൻഡ് കൂടെ ഇരുന്നല്ല അഭിനയം വരുമല്ലോ. പക്ഷെ എന്നാലും അവൾക്ക് ഇഷ്ടമല്ലേ? അല്ല അവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറയരുത് സാർ, എങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തി കൊടുക്കണം. വേണ്ട, അവൾക്ക് ഈ മോണിറ്ററിന്റെ ബാക്കിലിരിക്കല്, അതുപോലെ തന്നെ എന്താ പറയുന്ന ഡയറക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ടെക്നീഷ്യൻസ് ആവാനാണോ? ഈ കുട്ടി എന്താ ഇങ്ങനെ? എന്ത് വിശാലമായ ചിന്താഗതി. കൊച്ചു അഭിനയിക്കുന്നോടാ എനിക്ക് താല്പര്യം. ഇതെന്ത് കഷ്ടമാണത്. അവനവന്റെ കാര്യം പറഞ്ഞ പോലെ കഴിവില്ല. പിന്നെ കഴിവില്ല എന്നാന്നോ? പിടിച്ച വീട്ടിൽ നിന്ന് ഒരു ഇഞ്ച് മാറിത്തിട്ടാ. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം. അങ്ങനെ ഒരു ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കിപ്പോ അറിയാൻ പറ്റില്ല. എപ്പോഴേലും കൊച്ചു അങ്ങനെ എന്നതേലും ഒരു അഭിനയിച്ച് കാണിക്കുമല്ലോ, കുഞ്ഞുനാളിലോ. വിട്ടില്ലേ പെമ്പിള്ളാർ ബേസിക്കലി ടീച്ചറായിട്ട് അഭിനയിക്കാറുണ്ട് ചെറുപ്പത്തിൽ. അങ്ങനെ ഒന്നും കൊച്ചു ചെയ്തിട്ടില്ല. ദൈവമേ, ഇയാളെന്തിനാ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണേ? എന്റെ അടുത്ത് ഭയങ്കര അഭിനയ. ശീലായി പോയി, മാറ്റിക്കോളാം. മറ്റണ്ട ഒരു കാര്യം ചെയ്യട്ടെ, അപ്പൻ സ്ട്രിക്റ്റ് ആണോ വീട്ടില്? സ്ട്രിക്റ്റ് ആണ്. അപ്പനെ പേടിയുണ്ടോ? ചെറുതായിട്ട്. ചെറുതായിട്ടിരിക്കുന്നുണ്ട് അപ്പൻ. വലിയ വലിയ ആൾക്കാർ ഇങ്ങനെ പലതും പറയും, നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. അതല്ല, അപ്പന് പേടിയുണ്ടോന്ന്. അപ്പൻ വരട്ടുവോ അപ്പ? ഇല്ല അങ്ങനെയല്ല, ചെറിയ ചില ശാസനകളും അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടോ അങ്ങോട്ട് നീങ്ങരുത് ഇങ്ങനെ. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. അങ്ങനെയുള്ള ചട്ടം പഠിപ്പിക്കല പരിപാടി ഒന്നുമില്ല. ഇല്ല. അവിടെ നിക്കടി നിന്ന് പറഞ്ഞാൽ മതി. അവിടെ നിക്കൂല, വേറെ എവിടെയും പോയി. തൊണ്ട് പൊളിച്ചു പൊളിച്ച് ചെല്ലുമ്പോ സവളക്കകത്ത് ഒന്നും ഉണ്ടാവില്ല മച്ചാനെ, പൊള്ളയാണ്, വെറും പൊള്ള. എന്തൊരു സ്ട്രിക്റ്റ്. നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്. ഒന്നുമില്ല, അങ്ങനെയാണെ പോവല്ലേ.